സമൂഹമാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി നടക്കുന്ന വാക്പോരുകളിലൊന്നാണ് സുശാന്ത് നിലമ്പൂരും പ്രീതിയും തമ്മിൽ. അപൂർവ രോഗബാധിതയായ പ്രീതിയുടെ ചികിത്സയ്ക്കായി ലഭിച്ച പണം സുശാന്ത് തട്ടിയെടുക്കുന്നെന്ന് പ്രീതിയും, പണം കിട്ടിയപ്പോൾ പ്രീതി മാറിയെന്നായിരുന്നു സുശാന്തിന്റെ ആരോപണവും. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നംപറമ്പിലിന്റെ മധ്യസ്ഥതയിൽ രമ്യതയിൽ എത്തിച്ചിരിക്കുകയാണ്. ഫിറോസ് കുന്നംപറമ്പിലിന്റെ ഫേസ്ബുക്ക് പേജിൽ ലൈവിലെത്തിയാണ് ഇവർ സംസാരിച്ചത്. പ്രീതിയുടെ നാട്ടുകാരും സുഹൃത്തുക്കളും പ്രീതിയെ ചികിത്സിക്കുന്ന ഡോക്ടറും ലൈവിലൊപ്പമുണ്ടായിരുന്നു. തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ പ്രശ്നങ്ങൾ സംഭവിച്ചതെന്ന് ഇവർ പറയുന്നു. സുശാന്ത് പണം ആവശ്യപ്പെട്ടു. അത് സ്വന്തം ആവശ്യത്തിനല്ല, ചാരിറ്റിക്ക് വേണ്ടിയാണെന്നും വീഡിയോയിൽ പറയുന്നു. 30 ദിവസങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങളെക്കാൾ കൂടുതൽ ഈ 4 ദിവസങ്ങളിൽ അനുഭവിച്ചെന്ന് പ്രീതി പറഞ്ഞു. ചില ആളുകൾക്ക് ട്രോളുന്നതും തമ്മിലടുപ്പിക്കുന്നതും രസമാണെന്ന് സുശാന്തും പ്രതികരിച്ചു. പ്രീതി 4 ലക്ഷം എടുത്ത സമയത്താണ് സുശാന്ത് സഹായം ചോദിച്ച മറ്റൊരു രോഗിയുമായി എത്തിയത്. ബന്ധപ്പെട്ട ആളുകൾ വന്നതിന് ശേഷം സുശാന്തിന് തന്നാൽ പോരെ എന്നാണ് പ്രീതി ചോദിച്ചത്. താൻ വാക്കുകൊടുത്ത രോഗിക്ക് പണം കിട്ടാതെ തിരിച്ചു പോകേണ്ടി വരുമ്പോൾ ഉണ്ടായ വിഷമത്തിന് പുറത്താണ് സുശാന്ത് പണം കിട്ടിയപ്പോൾ കണ്ണുമഞ്ഞളിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തത്. അതിൽ സുശാന്ത് ഖേദിക്കുന്നുണ്ടെന്നും ഫിറോസ് കുന്നംപറമ്പിൽ വീഡിയോയിൽ പറഞ്ഞു. നാട്ടുകാർ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പ്രീതി. പ്രീതി 4 ലക്ഷം കൊടുക്കാൻ തയ്യാറാണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്നും ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞു. തെറ്റിദ്ധാരണ പരത്തുന്ന പോസ്റ്റുകളും കമന്റുകളും നീക്കം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മാനസികമായ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുന്നുവെന്ന് സുശാന്തും പറയുന്നു. 2 രോഗികളെ സഹായിക്കാമെന്ന് സുശാന്ത് വാക്കുകൊടുത്തിരുന്നുവെന്നും അതുകൊണ്ടാണ് പണം ആവശ്യപ്പെട്ടതെന്നും ഫിറോസ് പറഞ്ഞപ്പോൾ ആ തുക 10 ദിവസത്തിനുള്ളിൽ നൽകാമെന്ന് പ്രീതി ഉറപ്പു നൽകി. പ്രീതിയുടെ ചികിത്സയ്ക്ക് അധിക തുക ചിലവാകുകയാണെങ്കിൽ അത് താൻ വഹിക്കുമെന്നും ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞു. ആവശ്യത്തിലധികം പണം ലഭിച്ചിട്ടും അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സമ്മതിക്കാതെ പ്രീതി എന്ന യുവതി തന്നെ പറ്റിക്കുകയായിരുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം സുശാന്ത് ആരോപിച്ചത്. തൊലി അടർന്നു പോകുന്ന രോഗം കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന പ്രീതിയുടെ ജീവിതം നിരവധി പേരുടെ ഉള്ളിലേക്കുന്നതായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പ്രീതിയുടെ ദുരിതം ജനങ്ങൾ അറിയുന്നത്. സുശാന്താണ് പ്രീതിയുടെ നിസ്സഹായ അവസ്ഥ പുറം ലോകത്തെ അറിയിച്ചത്. സുശാന്തിന്റെ ഇടപെടലിലൂടെ 42 ലക്ഷം രൂപയോളം പ്രീതിക്ക് കിട്ടി. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രീതിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സുശാന്ത് ഉന്നയിച്ചത്. പണം കിട്ടിയപ്പോൾ പ്രീതിയുടെ സ്വഭാവം മാറിയെന്നും സാമൂഹിക പ്രവർത്തനത്തിന് നൽകാമെന്ന് പറഞ്ഞ കൂടുതലായുള്ള പണം താൻ തരാൻ തയ്യാറായില്ലെന്നും സുശാന്ത് ആരോപിച്ചു. എന്നാൽ ഈ ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായി പ്രീതിയും അന്ന് രംഗത്തെത്തി. നിനക്ക് അമ്മയെ നോക്കണ്ടേ, വീട് ശരിയാക്കണ്ടേ എന്നൊക്കെ സുശാന്ത് ആദ്യം ഇങ്ങോട്ട് പറഞ്ഞത്. അതൊന്നും വേണ്ട, ജനങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി തന്ന പണം അതിന് മാത്രമേ വിനിയോഗിക്കുകയുള്ളൂ എന്ന് ഞാൻ മറുപടി പറഞ്ഞിരുന്നു. ഗതികേട് കൊണ്ടാണ് ലൈവിൽ വന്ന് സഹായം അഭ്യർത്ഥിച്ചത്. ഇപ്പോൾ പറയുന്നത് എൻ്റെ അക്കൗണ്ട് നിർജ്ജീവമാക്കും, ഒരു പൈസയും നിനക്ക് കിട്ടില്ല എന്നൊക്കെയാണ്. ഒക്ടോബറിൽ അവസ്ഥ വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നൽകിയ തൃശ്ശൂരുള്ള സഹകരണ ബാങ്കിന്റെ അക്കൗണ്ടാണ്. പലരും അതിലേക്ക് പണം അയക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒക്ടോബറിലെടുത്ത അക്കൗണ്ടാണ് കാനറ ബാങ്കിലേത്. സുശാന്ത് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി. അതല്ലാതെ ആരെയും കബളിപ്പിക്കാൻ വേണ്ടി ഞാൻ അക്കൗണ്ട് മാറ്റി നൽകിയിട്ടില്ലെന്നും പ്രീതി പറഞ്ഞിരുന്നു. 10-15 ദിവസം മുമ്പാണ് സുശാന്തിനെ പരിചയപ്പെടുന്നത്. വേറെ ആരുടെയോ ഫേസ്ബുക്ക് പേജിൽ നിന്നും എന്നെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് സുശാന്ത് വിളിക്കുന്നത്. വീട്ടിലെത്തി ഒരു ലൈവ് വീഡിയോ ചെയ്തു കൊള്ളട്ടെ എന്ന് ചോദിച്ചു. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അതല്ലാതെ എനിക്ക് സുശാന്തിനെ പരിചയമില്ലെന്നായിരുന്നു പ്രീതി കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പോൾ 2 പേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.